സർ, ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി. അപ്രതീക്ഷിതമായ ചികിത്സാ ചെലവുകൾ പല കുടുംബങ്ങളിലും വൻ സാമ്പത്തിക ബാധ്യതയാണ് സൃഷ്ടിക്കുന്നത്. ഇത്തരം ബാധ്യത ലഘൂകരിക്കുന്നതിനും കുടുംബങ്ങൾക്ക് കൈത്താങ്ങാകുന്നതിനുമായി എല്ലാ കുടുംബങ്ങൾക്കും 25 ലക്ഷം രൂപയുള്ള സൗജന്യ ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി നടപ്പിലാക്കും. ഇത് ഇന്ദിരാ ഗ്യാരണ്ടിയുടെ ഭാഗമാണ്. ഇതിൻ്റെ പ്രാരംഭ ചെലവുകൾക്കായി 10 കോടി രൂപ വകയിരുത്തുന്നു. സർ, പാചകകലാ ഇൻസ്റ്റിറ്റ്യൂട്ട് കേരളത്തിൻ്റെ തനതായ പാചകകലയെയും രുചികളെയും ലോകത്തിന് മുന്നിൽ പരിചയപ്പെടുത്താനും പാചകകല, ബേക്കറി, ഹോട്ടൽ മാനേജ്മെൻറ്റ്, ഭക്ഷ്യ ഉൽപ്പാദനം, ഭക്ഷ്യസുരക്ഷ എന്നിവയിൽ പരിശീലനവും വിദ്യാഭ്യാസവും നൽകുന്നതിനായി പാചകകല ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിക്കും. പ്രൊഫഷണൽ ഷെഫുമാരെ പരിശീലിപ്പിക്കുക, ഭക്ഷ്യവ്യവസായത്തിന് വിദഗ്ധരെ സൃഷ്ടിക്കുക, പാചക മേഖലയിലെ നവീകരണവും ഗവേഷണവും പ്രോത്സാഹിപ്പിക്കുക, ഹോസ്പിറ്റാലിറ്റി മേഖലയിലെ തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കുക എന്നിവയാണ് പാചകകലാ ഇൻസ്റ്റിറ്റ്യൂട്ടിലൂടെ പ്രധാനമായും ലക്ഷ്യമിടുന്നത്. ഈ പദ്ധതിക്കായി പ്രാരംഭമായി 2 കോടി രൂപ വകയിരുത്തുന്നു. സർ, കേരള ഡിസാസ്റ്റർ റെസീലിയൻസ് പ്രോഗ്രാം. ഉരുൾപൊട്ടലുകൾ, തീരശോഷണം, മുണ്ടകൈ ചൂരൽമലയിലെ ഹൃദയഭേദകമായ ദുരന്തം, വെള്ളപ്പൊക്കങ്ങൾ എന്നിങ്ങനെ നിരവധി വിനാശകരമായ പ്രകൃതി ദുരന്തങ്ങൾ കഴിഞ്ഞ ദശകത്തിൽ കേരളം നേരിട്ടു. ഓരോ ദുരന്തവും ശാസ്ത്രീയമായ തയ്യാറെടുപ്പിൻ്റെയും മുൻകരുതലിൻ്റെയും അനിവാര്യത വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഇതിനായി നിലവിലുള്ള സംവിധാനങ്ങൾ കൂടുതൽ മെച്ചപ്പെടുത്തേണ്ടതുണ്ട്. പ്രത്യേക മുന്നറിയിപ്പ് സംവിധാനങ്ങൾ, കാലാവസ്ഥാ മോഡലിംഗ്, ജിയോ സ്പേഷ്യൽ ഇൻ്റലിജൻസ്, റിസ്ക് അനലിറ്റിക്സ്, അടിയന്തര പ്രതികരണ ഏകോപനം എന്നിവ സമന്വയിപ്പിക്കുന്ന ഒരു അത്യാധുനിക കേന്ദ്രമായി കേരള ഡിസാസ്റ്റർ റെസീലിയൻസ് പ്രോഗ്രാമിൻ്റെ ഭാഗമായി കേരള ഡിസാസ്റ്റർ റെസീലിയൻസ് സെൻറ്റർ സ്ഥാപിക്കും. സർ, കാലാവസ്ഥാ വ്യതിയാനം സൃഷ്ടിക്കുന്ന ദുരന്തങ്ങളുടെ പ്രതിരോധത്തിനും സ്ട്രാറ്റജിക് സംവിധാന കേന്ദ്രം നിലവിൽ വരുന്നതിലൂടെ ദുരന്ത നിവാരണത്തിലും ഇത് കേരളം ഒരു മാതൃകയായി മാറും. ഈ പദ്ധതിയുടെ നടത്തിപ്പിനായി 15 കോടി രൂപ വകയിരുത്തുന്നു. സർ, കേരള സ്കൂൾ ഓഫ് പ്ലാനിംഗ്, ആർക്കിടെക്ചർ ആൻഡ് ഡിസൈൻ. ആഗോളതലത്തിൽ ഡിസൈൻ, ആർക്കിടെക്ചർ മേഖല ദ്രുതഗതിയിലുള്ള മാറ്റങ്ങൾക്ക് വിധേയമായി കൊണ്ടിരിക്കുകയാണ്. സമകാലിക ഡിസൈൻ വിദ്യാഭ്യാസം ക്ലാസ് മുറിയിലെ പരമ്പരാഗത വിദ്യാഭ്യാസ രീതിയിൽ നിന്ന് മാറി സൃഷ്ടിപരവും നൂതനവും വിമർശനാത്മകമായ ചിന്തയും നേതൃപാഠവ കഴിവുകളും പരിപോഷിപ്പിച്ചുകൊണ്ട് വിവിധ പഠനശാഖകളും വ്യവസായ അധിഷ്ഠിതവുമായൊരു മാതൃകയിലേക്ക് മാറേണ്ടതുണ്ട്. ഈ ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതിന് PPP മോഡലിൽ കേരള സ്കൂൾ ഓഫ് പ്ലാനിംഗ്, ആർക്കിടെക്ചർ ആൻഡ് ഡിസൈൻ സ്ഥാപിക്കുന്നതിനുള്ള നടപടി കൈക്കൊള്ളുന്നതാണ്. കുട്ടികൾക്ക് ഈ സ്ഥാപനത്തിൽ നിന്ന് ആർക്കിടെക്ചർ ആൻഡ് ഡിസൈൻ കോഴ്സുകളിൽ ബിരുദവും ബിരുദാനന്തര ബിരുദവും, അർബൻ പ്ലാനിങ്ങിൽ ബിരുദാനന്തര ബിരുദ പഠനത്തിനൊപ്പം ഗവേഷണത്തിനും സൗകര്യമുണ്ടാകും. ഇതിനായി 2 കോടി രൂപ വകയിരുത്തുന്നു. സംസ്ഥാന സർക്കാരിന് കീഴിലുള്ള വിവിധ വകുപ്പുകളിലെ എഞ്ചിനീയർമാർക്കും ആർക്കിടെക്റ്റുകൾക്കും അവർക്കൊരു റീഓറിയൻറ്റേഷൻ കോഴ്സുകളും ഈ സ്ഥാപനത്തിൽ ആരംഭിക്കും. അപ്പോൾ കേരളത്തിൻ്റെ മൊത്തം ഡിസൈൻ മാറും.